പ്രേതം ഇവിടെയാണുള്ളത്. കാണിച്ചു. അത് നോക്ക്, അതാണ് പ്രേതം. പോയി പിടിച്ചു നോക്ക്. വേണമെങ്കിൽ 2-3 സെൽഫി എടുക്കാം. അതെന്താ, ആരും പോകുന്നില്ലേ? പോയി നോക്ക് സാർ. വേണ്ട സാർ, കണ്ടിട്ട് പേടിയാവുന്നു. സത്യത്തിൽ ഇവിടെ ഒരു പ്രേതവും ഇല്ല. ഉള്ളത് ഭയം മാത്രമാണ്. ഈ ഭയത്തെ വെച്ച് ചില തൽപര കക്ഷികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പൊളിറ്റിക്കൽ ലീഡേഴ്സും അവരുടെ മൂട് താങ്ങികളും ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ഹൊറർ സ്റ്റോറിയാണിത്. ഹോസ്റ്റലിൽ വെച്ച് സൂയിസൈഡ് ഉണ്ടാക്കാനുള്ള കാരണം. ഇതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? എന്റെ കൂടെ വരൂ, പറയാം. പണ്ട് മുതൽക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രേതങ്ങളെ പറ്റിയുള്ള അന്ധവിശ്വാസം വേണമെന്നുദ്ദേശിച്ച് ചില തൽപര കക്ഷികൾ ഈ ഹോസ്റ്റലിനെ കരുവാക്കി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ ഹോസ്റ്റലിനെ മൊത്തമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് നന്ദിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ പിടിവള്ളിയായി. നന്ദിനി അവളുടെ ചില വിഷയങ്ങൾ പഠിച്ചിരുന്നത് ഓഡിയോ ബുക്സ് വഴിയാണ്. അന്ന് 2:30 മണിക്ക് പഠിച്ചുകൊണ്ടിരുന്ന നന്ദിനി താൻ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ബോധമില്ലാതെ ഉറങ്ങുകയായിരുന്നു. നന്ദിനിയെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് ഞങ്ങൾ എത്തിച്ചേർന്നത് കോളേജിലെ നന്ദിനിയുടെ ലോക്കറിന് മുന്നിലായിരുന്നു. ആ ലോക്കറിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തതോ റുബീനയുടെ പേഴ്സണൽ ഡയറിയും. അതാണ് ഞങ്ങൾക്ക് കൂടുതൽ സംശയം വരുത്തിയത്. ഇതിനു മുമ്പ് ഇതേ ഹോസ്റ്റലിൽ വെച്ച് ആത്മഹത്യ ചെയ്ത റുബീനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും നന്ദിനി റുബീനയുടെ ഡയറി എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റുബീനയുടെ ഡയറി മുഴുവൻ വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യം, ആ ഡയറി എഴുതിയത് റുബീനയല്ല. എന്തെന്നാൽ റുബീന ആത്മഹത്യ ചെയ്തത് ഫെബ്രുവരി 14, 2016 എന്നാൽ ആ ഡയറി എഴുതി അവസാനിക്കുന്നത് മാർച്ച് 14, 2016. അപ്പോൾ ആ ഡയറിയും ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളും തട്ടിപ്പാണ്. അപ്പോൾ മുതൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്ന ഞങ്ങൾക്ക് അവിടെ പവർ കട്ടാണെന്നും ജനറേറ്റർ ഇല്ലെന്നും മനസ്സിലായി. അതേ രാത്രി നന്ദിനിയെ കാണാനില്ലെന്നറിഞ്ഞ് അവളുടെ റൂമിൽ പോയി എനിക്ക് അവളുടെ ഫോണിൽ വൈഫൈ കണക്റ്റ് ആണെന്നറിഞ്ഞ് എനിക്ക് ആശ്ചര്യം തോന്നി. ആ ഹോസ്റ്റൽ മൊത്തം ഇരുട്ടിലായപ്പോൾ ഒരു വൈഫൈ മോഡത്തിന് മാത്രം എങ്ങനെ പവർ സപ്ലൈ ഉണ്ടായി? അന്ന് രാത്രി നന്ദിനി റുബീനയെ പോലെ നിസ്കരിക്കുകയായിരുന്നു. പരമപവിത്രമായ അള്ളാഹുവിൽ വിലയം പ്രാപിച്ച അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരാത്മാവിന് നിസ്കരിക്കേണ്ട ആവശ്യമെന്താണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനാൽ നന്ദിനി ഏതോ സൈക്കോളജിക്കൽ പ്രോബ്ലംസിനാൽ ബുദ്ധിമുട്ടുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു പോയ ഡയാന ആരും കാണാതെ ദാസുമായിട്ട് ഒളിച്ചിരുന്ന് സംസാരിക്കുന്നതും കാണാൻ സാധിച്ചു. ആ ദാസിനെ എവിടെയോ കണ്ട ഓർമ്മയുണ്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് അന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ ഓർത്തുപോയത്. അതേ ദാസിനെ ഒരു ദിവസം ഞാൻ നന്ദിനിയുടെ കോളേജിൽ വെച്ച് കണ്ടു. ഡയാനയ്ക്കും ദാസിനും നന്ദിനിയുടെ ഈ അവസ്ഥയ്ക്കും എന്തൊക്കെയോ ലിങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അന്ന് തന്നെ രാത്രി നന്ദിനിയുടെ മൊബൈലിൽ ചില ഹിപ്നോട്ടിക് വേർഡ്സ് വരുന്നുണ്ടായിരുന്നു. അത് നീ പോയി ആത്മഹത്യ ചെയ്യൂ എന്ന കമാൻഡ്സ് ആയിരുന്നു. തന്നെ റുബീനയെ സങ്കല്പിക്കുന്ന നന്ദിനി, റുബീനയുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന നന്ദിനി അതേ ഡയറിയിലെ ആത്മഹത്യയും ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നന്ദിനിയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അന്ന് രാത്രി തന്നെ പ്രൊഫസർ ത്യാഗിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മിസ്റ്റർ രാജ, നന്ദിനി ബൈപോളർ ഡിസോർഡർ. ബൈപോളർ ഡിസോർഡർ? യെസ്. അതായത് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബൈപോളർ ഡിസോർഡർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തെപ്പറ്റി ഞാൻ വളരെ ആഴത്തിൽ പരിശോധിച്ചപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള തീരുമാനം, ആ വ്യക്തിക്ക് സംഭവിച്ച ദുരന്തം ഇവൾക്ക് എപ്പോഴും കണ്ണിൻ മുന്നിൽ വരുന്നതായുള്ള ഒരു മാനസികാവസ്ഥ. ഹോസ്റ്റലിൽ റുബീനയ്ക്ക് സംഭവിച്ച ദുരന്തം മെല്ലെ മെല്ലെ ഇവളുടെ മനസ്സിലേക്ക് കയറി തുടങ്ങി. റുബീനയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള വ്യഗ്രതയിൽ അവളുടെ ചെയ്തികളൊക്കെ കുറേശ്ശെയായി ഇവളുടെ ബ്രെയിനിലേക്ക് കയറി തുടങ്ങി.
റുബീനയെക്കുറിച്ചും അവളുടെ ചെയ്തികളെക്കുറിച്ചും നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിനിക്ക് തന്റെ ശരീരത്തിൽ റുബീനയുടെ ആത്മാവ് കയറിയിട്ടുണ്ടെന്ന് ബലമായി വിശ്വസിക്കുകയും അതിനാൽ തന്നെ ചില സമയങ്ങളിൽ നന്ദിനി റുബീനയെ മാറുകയും ചെയ്യുന്നു. അതായത് നന്ദിനിയുടെ ബ്രെയിനിൽ കയറി കൂടിയിരിക്കുന്ന റുബീനയുടെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ് ഇതിനൊക്കെ കാരണം. അതുകൂടാതെ നല്ല മാനസികാവസ്ഥയിലല്ലാത്ത നന്ദിനിക്ക്, ഓഡിയോ ബുക്കിൽ പഠിക്കുന്ന നന്ദിനിക്ക് രാത്രി ഉറക്കം വരുന്ന സമയത്തുള്ള അൺകോൺഷ്യസ് മൈൻഡിൽ ആരോ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുർബലയായ നന്ദിനിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഇത്തരം ആത്മഹത്യാ പ്രേരണയും ഹിപ്നോട്ടിസവും കാരണം റുബീനയായി മാറിയ നന്ദിനി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇക്കൂട്ടർ വൈഫൈ വഴി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ഇക്കൂട്ടർ വൈഫൈ വഴി മെസ്സേജ് കൊടുത്തുകൊണ്ടേയിരിക്കും. വളരെ സരളമായി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ ബൈ സോ ഹിപ്നോട്ടിസം.